പ്രിയപ്പെട്ട ദൈവജനമേ, വലിയ അഭിഷേകത്തോടുകൂടെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെയും നിന്നെയും കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടുകൂടെ ആ കൈകൾ കൂപ്പി പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചുറ്റുവട്ടത്തുള്ളവരെയൊക്കെ നോക്കി നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ദൈവജനമാണ് നമ്മൾ ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ഒരു പുതിയ പന്തക്കുസ്ത നമ്മുടെ മേൽ സംഭവിക്കുകയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു, കണ്ണുകളടച്ച് എല്ലാവരും ആഗ്രഹിക്കണം, ഒരു പുതിയ പന്തക്കുസ്ത ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ വ്യാപരിക്കാൻ. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ തീനാവുകളുടെ മേൽ കടന്നു വരുന്ന അഭിഷേകത്തിന്റെ ശക്തി ഇതാ നിന്റെ മേലും എൻ്റെ മേലും വ്യാപരിക്കാൻ. കരങ്ങൾ ഉയർത്തി എല്ലാവരും പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തിന്റെ ആത്മാവ് എല്ലാവരിലേക്കും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ. എല്ലാവരും കൈയടിച്ച് പാടിക്കേ, നന്നായിട്ട് കൈയടിക്കാം സന്തോഷത്തോടെ. ആമേൻ. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ, അഗ്നിനാവുകൾ തൻ രൂപത്തോടെ. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ, അഗ്നിനാവുകൾ തൻ രൂപത്തോടെ. ഭൂമിയിളകും അഭിഷേക ശക്തിയായി, ഭൂമിയിളകും അഭിഷേക ശക്തിയായി. റൂഹായേ വേഗം ആഗതനാകണമേ. കൈകൾ ഉയർത്തി പുതിയൊരു പന്തക്കുസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തീ കാറ്റാഞ്ഞുരീശട്ടെ. പുതിയൊരു പന്തക്കുസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തീ കാറ്റാഞ്ഞുരീശട്ടെ. പുതുശക്തിയായി പുത്തനുണർവായി അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. പുതുശക്തിയായി പുത്തനുണർവായി അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഇതാ ശക്തമായ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ആദിമ ശുശ്രൂഷകരിൽ വ്യാപരിച്ചതുപോലെ ദാ ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ മേലും വ്യാപരിക്കുകയാണ്. എല്ലാവരും ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ ബോധ്യം പരിശുദ്ധാത്മാവ് നമുക്ക് സമ്മാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പലതവണയായി ബന്ധനത്തെക്കുറിച്ചും വിടുതലിനെ കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ ബന്ധനം ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ഈ ബന്ധനം ഉണ്ടാവുന്നത്? നമുക്കറിയാം, സാത്താൻ കെട്ടിയിടുന്നതാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവർ, ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ലൂക്കാ സുവിശേഷകൻ നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 5-ഉം 6-ഉം തിരുവചനം. ബൈബിൾ തുറക്കണം, നോട്ട് ബുക്കിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ എഴുതി പഠിക്കണം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 4 വേർഡ്സ് 5 and 6. അതിൽ നമ്മൾ മരുഭൂമിയിൽ യേശുവിൻ്റെ പരീക്ഷയാണ്, നമുക്കറിയാവുന്ന വചനഭാഗം. പക്ഷെ നമ്മുടെ വിഷയം പഠിക്കാൻ ഈ വചനഭാഗം ഉപകാരപ്രദമാവും. 5-ാം വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി, ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് പറഞ്ഞത് ശരിയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, അല്ലേ? അവൻ നുണയും നുണയുടെ പിതാവുമാണ്, നമുക്കറിയാം. അപ്പം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വചനം ഒന്ന് ശ്രദ്ധിച്ചേ. ഇവൻ പറഞ്ഞിരിക്കുന്നത് വല്ല യാഥാർത്ഥ്യം ഉണ്ടോ? 6-ാം വചനം ശ്രദ്ധിച്ച്. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം,
ഇവയെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സാത്താൻ പറയാണ്, ഇവയുടെ മേൽ, ഈ ലോകത്തിൻ്റെ അധികാരം മുഴുവൻ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ എടുത്തു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആരോ എടുത്തു കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ പ്രപഞ്ചത്തിൻ്റെ മേലുള്ള അധികാരം സത്യത്തിൽ ആർക്കാണുള്ളത്? ആർക്കാണ് ഈ അധികാരം ഉള്ളത്? നമ്മൾ സൃഷ്ടിയിൽ അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം തിരുവചനം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 28, വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. ആധിപത്യം, അധികാരമുണ്ടായിരിക്കട്ടെ. ആർക്ക്? മനുഷ്യർക്ക്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ അധികാരം നൽകിയത് ആർക്കാണ്? ഈ ലോകപ്രപഞ്ചത്തിൻ്റെ മേൽ മനുഷ്യർക്കാണ്. എന്ന് പറഞ്ഞാൽ എനിക്കും നിനക്കുമാണ് ഈ അധികാരം തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിലെ ചോദ്യം, മനുഷ്യർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ അധികാരം പിന്നെ എങ്ങനെയാണ് നമ്മുടെ സാത്താൻ വന്നിട്ട് പറഞ്ഞത് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? അതെങ്ങനെയാ മനസ്സിലാവുന്നേ? പ്രിയപ്പെട്ടവരെ, സാത്താൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. അവൻ നുണയും നുണയുടെ പിതാവുമാണെങ്കിലും അവൻ ഇപ്പൊ പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്തതിലൂടെ, പാപപ്രവർത്തി ചെയ്തതിലൂടെ നമുക്ക് നൽകപ്പെട്ടിരുന്ന സകല അധികാരവും ആർക്ക് കൊടുത്തു? നൽകപ്പെട്ടിരിക്കുന്നു. സാത്താൻ അടിയറ വെച്ചു. സാത്താൻ അടിയറ വെച്ചു. ഇതിനെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 12 വേഴ്സ് 31, 12-ാം അധ്യായം അതിൻ്റെ 31-ാം തിരുവചനം: ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. ഈ ലോകത്തിൻ്റെ അധികാരി ആരെക്കുറിച്ചാണ്? സാത്താനെ കുറിച്ചാണ്. ഈ ലോകത്തിൻ്റെ അധികാരി ഈശോ പറയുകയാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 30-ാം തിരുവചനം, ചാപ്റ്റർ 14 വേഴ്സ് 30, 30-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും: നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കില്ല, കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു. ഈ ലോകത്തിൻ്റെ അധികാരി, അങ്ങനെയാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഉപയോഗിക്കുന്ന വാക്കാണ് ഈ ലോകത്തിൻ്റെ അധികാരി. വീണ്ടും 16-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം: ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ. കണ്ടോ, ഈ ലോകത്തിൻ്റെ അധികാരി. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ, അതിനെക്കുറിച്ച് യോഹന്നാൻ്റെ ലേഖന ഭാഗം 1 യോഹന്നാൻ 5-ാം അധ്യായം 19-ാം തിരുവചനം, 1 യോഹന്നാൻ 5-ാം അധ്യായം 19-ാം തിരുവചനം, 1 ജോൺ ചാപ്റ്റർ 5 വേഴ്സ് 19, വചനം പറയുന്നത്: നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും. ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയം, പിശാചിന്റെ ശക്തി വലയം, അങ്ങനെയാണ് വചനം സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിച്ചോണം, പിശാച് യേശുവിനോട് പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇത് മുഴുവൻ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന, പാപം ചെയ്തു കഴിയുമ്പോൾ ഒരു വ്യക്തി സംഭവിക്കുന്ന കാര്യം, അവൻ തൻ്റെ നിയന്ത്രണം മുഴുവൻ സാത്താന് കൊടുക്കുന്നു. പിന്നെ സാത്താനാണ് മുഴുവൻ നിയന്ത്രിക്കുന്നത്. അവൻ്റെ കരവലയത്തിലാണ്. ഒരു മനുഷ്യൻ്റെ സ്വയമായിട്ടുള്ള എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെടുന്നു. നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ആദ്യ മാതാപിതാക്കളുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകം വളരെ പരിചിതമായിട്ടുള്ള കാര്യം, പക്ഷെ എങ്കിലും ഈ വിഷയം പഠിക്കുമ്പോൾ ആ വചനഭാഗങ്ങൾ വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം, അതിൻ്റെ ഹെഡിങ് ശ്രദ്ധിച്ചോ: മനുഷ്യൻ്റെ പതനം. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം.
അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ആരാണ്? ഹൗവ. ഹൗവ ആരോടാണ് സംസാരിക്കുന്നത്? സാത്താനോട്. ആരോട് സംസാരിക്കേണ്ട വ്യക്തിയാണ്? ദൈവത്തോട് സംസാരിക്കേണ്ട ഹൗവ ഇപ്പോൾ സംസാരിക്കുന്നത് സാത്താനോടാണ്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആര് കയറി ഇടപെടാൻ തുടങ്ങും? സാത്താൻ കയറി ഇടപെടാൻ തുടങ്ങും. ശ്രദ്ധിച്ചോണം കേട്ടോ. കുടുംബ പ്രാർത്ഥന മുടങ്ങിക്കഴിഞ്ഞാൽ, പ്രാർത്ഥനയൊന്നും വേണ്ടെന്നേ, പള്ളിയിലൊന്നും പോകണ്ടെന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ ആശ്വാസ വചനങ്ങൾ നമ്മളോടൊക്കെ തന്നെ പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ പിശാച് കയറി വരും. ഹൗവായ്ക്ക് പറ്റതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു. അതിന് ശേഷം എന്താണ്? രണ്ടാമത്തത്, നമ്മളൊരു സ്റ്റേജ് വൈസായിട്ട് ഒന്നാമത്തെ സ്റ്റേജ് ചിന്തിക്കുകയാണ്, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ എന്താണ്? സാത്താനോട് സംസാരം. സാത്താനോടാണ് എൻ്റർടൈൻമെൻറ്റ്, അല്ലേ? ഹൗവ സാത്താനോട് സംസാരിക്കാൻ തുടങ്ങുവാണ്. അവർ തമ്മിൽ സംസാരം, ഒരു ബന്ധം വളരുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു. രണ്ടാമത്തത് അതൊരു ബന്ധമായിട്ട് മാറി. മൂന്നാമത്തെ കാര്യം, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹൗവായുടെ ഉള്ളിൽ ദുരാഗ്രഹം, ഈവിൾ ഡിസയർ വരികയാണ്. അതിനെക്കുറിച്ച് വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. വെറുതെ പോയിട്ടൊരു പഴം പറിച്ചു തിന്നുകയല്ല, മറിച്ച് ഹൗവ ആ പഴം പറിച്ചു തിന്നുന്നതിന് ഹൗവായ്ക്ക് ചില കാരണങ്ങളുണ്ട്. എന്താണ് കാരണം? ഇതാ വചനം പഠിപ്പിക്കുന്ന, ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യം. ഒന്നാമത്തെ പ്രത്യേകത, തിന്മയ്ക്കുള്ള പ്രത്യേകതയാണ് ആസ്വാദ്യം. ആസ്വദിക്കാൻ കഴിയും, എൻജോയബിൾ, അല്ലേ? അതാണ് അതിൻ്റെ പ്രത്യേകതയാണ്, ആസ്വാദ്യം. രണ്ടാമത്തെ എന്താണ്? കണ്ണിന് കൗതുകകരം, കാഴ്ചയ്ക്ക് സുന്ദരം. ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ, കാണാൻ നല്ല രസം, അല്ലേ? എത്ര മണിക്കൂർ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും നോക്കിയിരുന്നാലും ഒരു ക്ഷീണവും ഇല്ല. പക്ഷെ ബൈബിൾ തുറക്കുമ്പോൾ ചിലർക്ക് കണ്ണ് പിടിക്കണില്ല, ചിലർക്ക് ഉറക്കം വരുന്നു, അല്ലേ? കൊന്ത ചെല്ലാൻ എടുക്കുമ്പോൾ തന്നെ ഒരു വലിയ ഭാരം. അതതിൻ്റെ പ്രത്യേകതയാണ്. കണ്ണിന് കൗതുകകരം, തിന്മയ്ക്ക് എപ്പോഴും ഉണ്ടാവും. ചില കാര്യങ്ങൾ കേൾക്കാൻ ഭയങ്കര രസമല്ലേ, അല്ലേ? രാത്രി മുഴുവൻ, കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു ചെറുക്കൻ, ആ ചെറുക്കന് ഒരു പെൺകുട്ടി രാത്രി മുഴുവൻ സംസാരിക്കും. അപ്പോൾ അവൻ്റെ അമ്മയാണ് കൊണ്ടുവന്ന്. അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ ഇവൻ എന്തൊരു മനുഷ്യനാണ്, ഇവൻ്റെ ചെവിക്ക് തകരാറൊന്നുമില്ല, രാത്രി മുഴുവൻ ഇത് എന്നതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അത് കേട്ടുകൊണ്ടിരിക്കുക, ആ പെൺകുട്ടിയോടുള്ള സംസാരം അവന് അത് താല്പര്യമാണ്. കണ്ണിന് കൗതുകകരം, ചെവിക്ക് കൗതുകകരം, അങ്ങനെ സംഭവിക്കും. വീണ്ടും നമ്മൾ വായിച്ചു പോകുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന കാര്യം എന്താണ്? അറിവേകാൻ കഴിയും. അറിവ് കിട്ടുമെന്ന് ചിന്ത, അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യം കൊള്ളാം, അല്ലേ? അഭികാമ്യം, കൊള്ളാം എന്നൊരു ചിന്ത, അഭികാമ്യം, അല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ അനേകരുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുന്നൊരു കാര്യം ഇതാണ്. തിന്മയ്ക്ക് എപ്പോഴും ഈ സുഖത്തിൻ്റെയും കൗതുകത്തിൻ്റെയും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യം, കൊള്ളാം എന്നൊരു ചിന്തയുണ്ടാവും. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ഹോസ്റ്റലിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ, നേഴ്സസിൻ്റെ ഹോസ്റ്റലാണ്, അവിടെ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഒരു പെൺകുട്ടി വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ താമസിക്കുന്ന മുറിയിൽ എനിക്ക് താമസിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കൂട്ടുകാരികൾ എന്നെ അവിടെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നു, വിഷമിപ്പിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്തിനെ ഓർത്തോണ്ടാണ് നിന്നെ കളിയാക്കുന്നത്, വിഷമിപ്പിക്കുന്നത്? അച്ഛാ, എനിക്ക് മാത്രം ബോയ് ഫ്രണ്ട് ഇല്ല, ബാക്കി എല്ലാവർക്കും ബോയ് ഫ്രണ്ട് ഉണ്ട്, എനിക്ക് മാത്രം ബോയ് ഫ്രണ്ട് ഇല്ല. എന്നിട്ട് ഇവള് ചോദിക്കുക, അച്ഛാ ബോയ് ഫ്രണ്ട് ഇല്ലാത്തത് ഇത്ര വലിയ കുഴപ്പമാണോ? പ്രിയപ്പെട്ടവരെ, ഇവൾ താമസിക്കുന്ന മുറിയിൽ ഇവളെ എപ്പോഴും മറ്റുള്ളവർ കളിയാക്കും. നിന്നെ എന്തിനു കൊള്ളാം, ഒരു ബോയ് ഫ്രണ്ട് പോലും ഇല്ലല്ലോ, പിന്നെ എന്തിനു കൊള്ളാം, എപ്പോഴും കളിയാക്കുമെന്നാണ് പറഞ്ഞു, എപ്പോഴും കളിയാക്കും. പാപം ചെയ്യാതെ ജീവിക്കുന്നവരെ കുറിച്ച് ചിലപ്പോൾ അങ്ങനെ ചില ചിന്തകളൊക്കെ ഉണ്ടാവും. എന്താണ്? ഇവൻ ഒന്നിനും കൊള്ളിയാല, ഈ പുകവലിക്കാത്ത, മദ്യപിക്കാത്ത, ഒന്ന് മുറുക്കാൻ പോലും കഴിവില്ലാത്ത ഇവനെയൊക്കെ എന്തിനു കൊള്ളാം, അല്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദേ വചനം പഠിപ്പിക്കുകയാണ്, കൗതുകകരം,
അറിവേകാൻ കഴിയും, ആസ്വാദ്യകരം. ഇതിങ്ങനെ ഈ പിശാച് തലയ്ക്കകത്ത് കൊണ്ടുവന്നു. ഇത് ചെന്ന് അവസാനിക്കുന്നത് എന്തിലാണ്? വചനത്തിൽ നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. പിന്നീട് 5-ാമത്തെ കാര്യം. അപ്പോൾ 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു. 2-ാമത്തത് പിശാചിനെ എൻ്റർടൈൻ ചെയ്യും, താലോലിക്കാൻ തുടങ്ങും. 3-ാമത്തത് അതൊരു ദുരാഗ്രഹമായിട്ട് മാറി. 4-ാമതായിട്ട് സംഭവിക്കുന്ന കാര്യം, ഇത് പാപത്തെ പ്രസവിച്ചു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ കൃത്യമായിട്ട് പഠിപ്പിക്കും. ബുക്ക് ഓഫ് ജെയിംസ് ഒന്നെടുത്ത് വായിച്ചേ, സുന്ദരമായ വചനം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 14-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 14 and 15. വചനം 14-ാം വചനം പറയുന്നു, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. കണ്ടോ, വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. എന്നിട്ട് അടുത്ത വചനം, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. എന്നിട്ട് എന്താണ്? പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കണം. പാപപ്രവർത്തി ചെയ്തു, ആ ചെയ്ത പാപപ്രവർത്തി അല്ലേ ഇപ്പം എന്താണ് വചനത്തിൽ പഠിപ്പിക്കുന്നത്? ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചു. അപ്പോൾ ഈ പാപപ്രവർത്തി നമ്മൾ എന്ത് ചെയ്യും? കുമ്പസാരിക്കാൻ പോകുമ്പോൾ അതവിടെ പോയി ഒരു വൈദികൻ്റെ മുമ്പിൽ, യേശു സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ അത് കൊടുക്കും. പാപപ്രവർത്തി കൊടുത്തു. അതോടുകൂടെ പ്രശ്നം തീരുമോ? ഇല്ല. നമ്മൾ പറഞ്ഞ സ്റ്റേജുകൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ പാപത്തിൻ്റെ പ്രവൃത്തിയുടെ റിസൾട്ട് മാത്രം കൊടുത്തിട്ട് കാര്യമില്ലെന്ന്. ഈ നമ്മുടെ ഉള്ളിൽ ഈ ഗർഭാവസ്ഥ രൂപപ്പെട്ടതുപോലെ 1 2 3 4 5 ആ സ്റ്റേജ് നിലനിൽക്കുകയാണ്. അത് നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോകും. കുമ്പസാരിച്ചത് കൊണ്ട് ആ പാപപ്രവൃത്തി ഒരു ദിവസത്തേക്ക് അവസാനിക്കുന്നുണ്ടാവും. എന്നാൽ വീണ്ടും നമ്മുടെ ഉള്ളിൽ ഈ കാര്യങ്ങൾ കിടക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും പാപത്തിലേക്ക് നമ്മൾ പോകും. ഇതിനെയാണ് ബന്ധനം എന്ന് പറയുന്നത്. കുമ്പസാരിച്ചത് കൊണ്ട് മാത്രം തീരുന്നതല്ലത്, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഈ തിന്മയുടെ മേഖലകളെ കണ്ടെത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43 മുതൽ ഉള്ള വചനം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. പക്ഷേ ഈ വിഷയം പഠിക്കാൻ ഇത് വളരെയധികം അനുഗ്രഹപ്രദമാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43 മുതൽ, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു, അത് കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയുന്നു, എന്തു പറയും? ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. എൻ്റെ ഭവനം എന്നാണ് പറയുന്നത്. പിശാച് പറയുകയാണ് എൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അത്രമേൽ അധികാരത്തോടു കൂടിയാണ് സാത്താൻ പറയണത്, എൻ്റെ ഭവനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുമ്പസാരിച്ച് പാപപ്രവൃത്തി അവിടെ കൊടുത്തു. അതോടുകൂടി അവസാനിക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ ഈ തിന്മയുടെ സ്റ്റേജുകൾ ഇരിക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യണ്ടേ? ആ മേഖലയിൽ ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം. ദൈവത്തോടുള്ള ബന്ധം, ഒന്നാമത്തെ കാര്യം ശക്തിപ്പെടുത്തണം. ദൈവ സാന്നിധ്യം വിട്ടാണ് പോയെങ്കിൽ ദൈവത്തോടുള്ള ബന്ധം വർദ്ധിപ്പിക്കണം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, അങ്ങനെ ആരംഭിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പിശാച് നമ്മളിൽ കെട്ടിയിരിക്കുന്ന മേഖലകൾ അഴിയും. ഇല്ലെങ്കിൽ എന്തു പറ്റും? ചിലർ നിത്യഗർഭിണികളെ പോലെയാണ്. അവർ എന്തു പറ്റും? ആ പാപത്തെ പ്രസവിച്ചു, പാപം കൊണ്ട് കുമ്പസാരക്കൂട്ടിൽ കൊടുത്തു, പിന്നെ വീണ്ടും തിരിച്ചു വരുന്നു, അതേ പാപപ്രവൃത്തി ചെയ്യുന്നു. അങ്ങനെയല്ല, മറിച്ച് എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെട്ട ബന്ധം തിരിച്ചു പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധിക്കുന്ന എല്ലാവരും ഈ ശുശ്രൂഷ സമയത്തൊന്ന് മുട്ടുകുത്തിയിട്ട് കരങ്ങൾ കൂപ്പി കണ്ണടച്ചൊരു നിമിഷം ചിന്തിക്കുക. നിന്റെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് ബന്ധനം? ഈ ബന്ധനം നിനക്കഴിക്കണ്ടേ? ഈ മേഖലയിൽ നിനക്കൊരു വിടുതൽ വേണ്ടേ? എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8:36, അവനിലൂടെയാണ് സ്വാതന്ത്ര്യം, യേശു നൽകുന്ന സ്വാതന്ത്ര്യം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇതാ നമ്മൾ അനുഭവിക്കുകയാണ്. ബന്ധം വർദ്ധിപ്പിക്കുക, യേശുവിനോടുള്ള ബന്ധം വർദ്ധിപ്പിക്കുക.
കണ്ണുകളടച്ച് ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുക. തുടർന്നുള്ള ആരാധന സമയത്ത് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ മേൽ ഏതൊക്കെ ബന്ധനങ്ങളുണ്ടോ അതെല്ലാം കർത്താവ് അഴിക്കണമേ, വലിയ സ്വാതന്ത്ര്യം നൽകണമേ. കർത്താവ് ഇടപെടും. ആമേൻ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ദാ പരിശുദ്ധ അൾത്താരയിൽ യേശു കടന്നു വന്നിരിക്കുന്നത് നിന്നെ വിടുതലിലേക്ക് നയിക്കുവാനാണ്. നമുക്കറിയാം, നമ്മൾ പാപം ചെയ്തപ്പോൾ സംഭവിച്ച കാര്യം, പാപത്തിലൂടെ തിന്മ കടന്നു വന്ന് നമ്മളെ തിന്മ പീഡിപ്പിക്കുന്നു. നമ്മുടെ മേൽ അധികാരം പിശാച് സ്ഥാപിക്കുന്നു. എന്നാൽ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ വലിയൊരു സത്യം തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാം തിരുവചനം. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. 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 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എന്നതിൻ്റെ അർത്ഥം എന്താ? യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് വേണ്ടി നേടിയ ഏറ്റവും വലിയ ആത്മീയ അനുഗ്രഹമെന്ന് പറയുന്നത്, യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് വേണ്ടി നേടിത്തന്ന ഏറ്റവും വലിയ രക്ഷ എന്ന് പറയുന്നത്, യേശു നമ്മുടെ അധികാരിയായി മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുരിശിൽ ഈശോ മരിച്ചപ്പോൾ തൻ്റെ രക്തം കൊടുത്ത് സാത്താനിൽ നിന്ന് ഇതാ ഈശോ നമ്മളെ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ അധികാരി യേശുവാണ്. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇനി നമ്മൾ പിശാചിന് അടിമകളല്ല എന്ന് വിശ്വസിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യണം. വിടുതലിൻ്റെ ആത്മാവ് അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ സമയം കരങ്ങൾ കൂപ്പി പരിശുദ്ധ അൾത്താരയിൽ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഏത് മേഖലയിലാണോ വിടുതൽ വേണ്ടത് അത് പറഞ്ഞു പ്രാർത്ഥിക്കുക. ചില ദുശീലങ്ങൾ നാളുകളായി നമ്മളെ പീഡിപ്പിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ ചെറുപ്പകാലം മുതലുള്ള ചില ദുശീലങ്ങൾ എത്ര കുമ്പസാരിച്ചിട്ടും വിട്ടുമാറാതെ അത് ഉള്ളിൽ വേരുപാകി കിടക്കുകയാകും. ഈ സമയത്ത് നീ വിശ്വസിക്കുക, യേശു എന്നെ വിടുവിക്കുന്നു. യേശു കുരിശുമരണത്തിൽ തൻ്റെ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി. ഇനി ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്, സാത്താൻ്റെതല്ല. ഈ സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ പറയണം, എൻ്റെ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ അത് യേശുവാണ്, ഞാൻ സാത്താൻ്റെ അടിമയല്ല. എൻ്റെ കുടുംബം അത് യേശുവിൻ്റെതാണ്, ഞങ്ങളുടെ കുടുംബം സാത്താൻ്റെ അടിമത്തത്തിൻ കീഴിലല്ല. ഈശോയെ നോക്കി നമുക്ക് വിശ്വസിക്കാം. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ അൾത്താരയിലുള്ള യേശുവിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച്, വിടുതലിൻ്റെ ആത്മാവേ ഈ നിമിഷം ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ചേർന്ന് എല്ലാവരും ഒന്ന് വിശ്വസിച്ച് അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് വിടുവിക്കട്ടെ. കാലാകാലങ്ങളായി വ്യക്തികളെ പീഡിപ്പിച്ചിരിക്കുന്ന, കെട്ടിയിട്ടിരിക്കുന്ന സകല തിന്മകളും യേശു നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. ആമേൻ. കൈകൾ അടിച്ച് വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ. ആമേൻ, 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 ആമേൻ. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. യേശുവേ, വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ.
അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. കൈകൾ ഉയർത്തി കൈകൾ അടിച്ച് അഭിഷേകമേ. നീ അഭിഷേകമേ. കാറ്റായി വീശണമേ. തീ കാറ്റായി വീശണമേ. കാറ്റായി വീശണമേ. തീ കാറ്റായി വീശണമേ. കാറ്റായി വീശണമേ. തീ കാറ്റായി വീശണമേ. ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ദാ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, ഈ ശുശ്രൂഷയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ എവിടെയാണെങ്കിലും ഇതാ നിന്നെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്, നിന്നെ വിടുതലിലേക്ക് നയിക്കുകയാണ്. നീ വിശ്വസിക്കുക. എത്ര വർഷം പഴക്കമുള്ള തിന്മയുടെ കെട്ടുകളാണെങ്കിലും കർത്താവ് അഴിക്കുന്നു, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. കരങ്ങൾ കൂപ്പി ഭക്തിപൂർവം ഈശോയെ നോക്കുക. ഈശോ ഇതാ നിന്റെ മേൽ കടന്നു വരുന്നു, നിന്റെ കുടുംബത്തിലും കുടുംബാംഗങ്ങളുടെ മേലും കടന്നു വരുന്നു. വിശ്വസിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന എന്നേശുവിന്, 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 ആരാധന